1964 ഡിസംബർ 2 മുതൽ 5 വരെ മുംബൈയിൽ വെച്ച് നടന്ന 38ാമത് അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനാണ് പോൾ ആറാമൻ പാപ്പ ഇന്ത്യയിലെത്തിയത്. ഇത് ദൈവഹിതമാണെങ്കിൽ ഞാൻ ഭാരതത്തിലേക്കും വരും. മുംബൈയിലെ സാന്താക്രൂസ് വിമാനത്താവളത്തിലെത്തിയ പാപ്പയെ ഉപരാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈൻ, പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാരാഷ്ട്ര ഗവർണർ ഡോക്ടർ PB ചെറിയാൻ, മുഖ്യമന്ത്രി VP നായിക്, ഇന്ദിരാഗാന്ധി, വിജയലക്ഷ്മി പണ്ഡിറ്റ് എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. ഭാരതത്തിലേക്ക് ആദ്യമായി വന്നപ്പോൾ താൻ അമൂല്യമായി സൂക്ഷിച്ച ഒരു കാസ പോൾ ആറാമൻ സമ്മാനമായി നൽകി. ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്ന അക്കാലത്ത് ഭാരതത്തിന് കൈത്താങ്ങായി $50,000 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ S രാധാകൃഷ്ണൻ നൽകുകയുമുണ്ടായി. ആദ്യമായി 6 ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്ത മാർപ്പാപ്പയാണ് തീർത്ഥാടന പാപ്പ എന്നറിയപ്പെടുന്ന പോൾ ആറാമൻ പാപ്പ. പോൾ ആറാമൻ പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് പീറ്റർ ഹോബർട്ട്വൈറ്റ് പോൾ ആറാമൻ ആദ്യ ആധുനിക പാപ്പ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എല്ലാവർക്കും പാപ്പായുടെ ദയാലുത്വത്തിൻ്റെയും ചിന്താശീലത്തിൻ്റെയും കഥകൾ അറിയാവുന്നതാണ്. ഒരു അനാഥ കുട്ടിക്ക് വിശുദ്ധ കുർബാന നൽകാനായി പാപ്പ മുട്ടുകുത്തി. അനാഥനായ മറ്റൊരു കുട്ടിയെ ആലിംഗനം ചെയ്തു. അദ്ദേഹം വിതുമ്പി. ഇന്ത്യയുടെ മതപാരമ്പര്യങ്ങളോട് സൂക്ഷ്മബോധമുണ്ടായിരുന്ന പാപ്പ പരസ്പരം മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിരചിതമായ ക്രിസ്തുവാഗമനത്തിൻ്റെ ചൈതന്യം ഭാരത പാരമ്പര്യത്തിലുള്ളത് അദ്ദേഹം ഏറ്റുപാടി. ഞങ്ങളെ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും നയിക്കണമേ. എല്ലാവർക്കും ശാന്തിയുണ്ടാകട്ടെ. ക്രൈസ്തവർ വെറും ന്യൂനപക്ഷമായിരുന്ന ഒരു രാജ്യത്ത് വെച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത് ആദ്യമായിരുന്നു. 1964 ഇന്ത്യയിലുണ്ടായിരുന്ന 500 മില്യൺ ജനങ്ങളിൽ കത്തോലിക്കർ വെറും 2.4 മില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഉറക്കെ പ്രഘോഷിക്കുക എന്നതായിരുന്നു ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ മുഖ്യ ലക്ഷ്യം. വിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുവാനും അവഹേളിക്കുവാനും ഭാരതസഭയിൽ ധാരാളം തൽപര കക്ഷികൾ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം.